ലോകത്തിലെ 1-ാം നമ്പർ സമ്പന്നനാണ് എലോൺ മസ്ക്. എലോൺ മസ്കിനെ മറികടന്ന് ഒറാക്കിളിൻ്റെ ലാറി എലിസൺ ആ സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിലും അത് ഒരു ദിവസത്തെ ഫ്ലക്ച്വേഷൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ വീണ്ടും എലോൺ മസ്ക് തന്നെയാണ് ലോക 1-ാം നമ്പർ സമ്പന്നൻ. എലോൺ മസ്കിൻ്റെ ടെസ്ല കഴിഞ്ഞ ആഴ്ച എലോൺ മസ്കിന് പേ പാക്കേജ് പ്രഖ്യാപിച്ചു. ശമ്പളം, എലോൺ മസ്കിന് ടെസ്ല നൽകുന്ന ശമ്പളം $1 ട്രില്യൺ. ഇന്ത്യൻ റുപ്പി ഏകദേശം 89 ലക്ഷം കോടി രൂപയാണ് ടെസ്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തങ്ങളുടെ CEO ആയി തുടരാൻ വേണ്ടി എലോൺ മസ്കിനുള്ള ശമ്പളം തീരുമാനിച്ചത്. അടുത്ത 10 വർഷത്തേക്ക് ടെസ്ല കമ്പനിയുടെ ഷെയറുകളായിട്ടും അതുപോലെ തന്നെ പെർഫോമൻസ് മൈൽ സ്റ്റോണുകളൊക്കെ ആയിട്ടാണ് ഇത്രയും കോടിക്കണക്കിന് ഡോളറുകൾ എലോൺ മസ്കിന് ടെസ്ല കമ്പനി പാക്കേജായിട്ട് നൽകാൻ തീരുമാനിച്ചത്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ വിമർശനങ്ങളുണ്ടായി. രസകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം നമ്മുടെ പോപ്പ് ലിയോ 14 മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ മീഡിയ ഇൻ്റർവ്യൂവിൽ ഈ കാര്യം പറയുകയുണ്ടായി. പോപ്പ് പറഞ്ഞത് ഇതാണ്: ഒരു 60 വർഷം മുമ്പൊക്കെ ഒരു കമ്പനിയുടെ CEO എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ ഒരു 6 ഇരട്ടി 5 ഇരട്ടി 6 ഇരട്ടി ഒക്കെയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയിരുന്നത്. അതിപ്പോൾ 600 ഇരട്ടിയും അതിലധികവുമാകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. പോപ്പ് അവസാനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: പണമാണ് നമ്മുടെ വാല്യൂ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ് എന്ന്.